ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. 8 ദിവസത്തെ നോമ്പിന് ശേഷം ഈ തിരുനാളിലേക്ക് നമ്മൾ ഒരുങ്ങി എത്തിയിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വചനത്തിൽ എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഒരു മനോഹരമായ വചനമുണ്ട്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പ്രിയമുള്ളവരെ, ഒരു ജീവിതം അനുഗ്രഹീതമാകുന്നത്, ഒരു ജന്മം അനുഗ്രഹമായി തീരുന്നത് അത് ജീവിതത്തെ ആശ്രയിച്ച. പരിശുദ്ധ അമ്മയെ അനുഗ്രഹമാണ് എന്ന് എലിസബത്ത് അഭിസംബോധന ചെയ്യുന്നത് പരിശുദ്ധാത്മ പ്രേരണയിലാണ്. ആ ജന്മം അനുഗ്രഹീതമായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആ ജീവിതം കൊണ്ടാണ്. നാം ഓരോരുത്തരും ജന്മം അനുഗ്രഹീതമാകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം അനുഗ്രഹീതമാകുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് 11-ാം അധ്യായം 28-ാമത്തെ വചനം പറയുന്നു, മരിക്കുന്നത് വരെ നിങ്ങൾ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, മരണത്തോടെയാണ് മനുഷ്യനെ അറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജീവിതത്തെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം. അങ്ങനെയാണ് നമ്മുടെ ജന്മം അനുഗ്രഹമായി തീരുക. അത് ജന്മദിനം ആഘോഷം കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് ജന്മം അനുഗ്രഹീതമാവുക. പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാള് നമുക്ക് തരുന്ന സന്ദേശം ഇത് തന്നെയാണ്, ജന്മത്തെ അനുഗ്രഹമാക്കി മാറ്റുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് 1-2 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, അബ്രാഹത്തോട് ദൈവം പറയും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ ജീവിതം എത്രയോ ക്ഷണഭങ്കുരമാണ്, എത്രയോ താൽക്കാലികമാണ്, എത്രയോ ക്ഷണികമാണ്. നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ജന്മത്തെ അനുഗ്രഹമാക്കി മാറ്റുക. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. പ്രിയമുള്ള, ജീവിക്കുന്ന ചുരുങ്ങിയ കാലം മറ്റുള്ളവന് അസ്വസ്ഥത പകരാതിരിക്കത്തക്ക രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കാം. ഈ ജന്മത്തെ അനുഗ്രഹമാക്കാൻ വേണ്ടി, ഈ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി ഉള്ള കൃപ പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവന് അസ്വസ്ഥത പകരുന്നതാകാതിരിക്കട്ടെ. കടന്നു ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമായി മാറാൻ എനിക്ക് കഴിയട്ടെ. എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഗ്രഹമാകട്ടെ, എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ അനുഗ്രഹമാകട്ടെ, എൻ്റെ സമൂഹത്തിൽ ഞാൻ അനുഗ്രഹമാകട്ടെ. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ആ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ എലിസബത്തിലേക്ക് പകർന്നു എന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ദൈവ സാന്നിധ്യത്തെ പകരുന്നതാകട്ടെ. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളെ മറ്റുള്ളവരുടെ മേൽ പകരുന്നതല്ല പ്രിയമുള്ളവർ, പരിശുദ്ധാത്മാവിനെ പകരുന്നവരാകും. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. അമ്മയുടെ മധ്യസ്ഥപേക്ഷ നമുക്കും പ്രാർത്ഥിക്കാം, ഈ ജന്മം അനുഗ്രഹമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. ആമേൻ. അമ്മയ്ക്ക് ചക്കരമ്മ.